നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പരീക്ഷയില്ലാതെ സർക്കാർ ജോലി, മാസം 1.8 ലക്ഷം വരെ ശമ്പളമുള്ള ജോലി. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ട് വലിയ അവസരങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത് കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിൽ പരീക്ഷയില്ലാതെ നിയമനം. രണ്ടാമത് അലിംകോ റിക്രൂട്ട്മെന്റ്, ഓൺലൈനായി അപേക്ഷിക്കാവുന്ന മികച്ച ജോബ് അവസരം. ഈ ജോബുകൾക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ഒന്നാമത്തേതിൽ എക്സാം ഇല്ല, ഡയറക്റ്റ് ഇൻ്റർവ്യൂ, സെലക്ഷൻ പ്രോസസ്. രണ്ടാമത് ഹൈ സാലറി പാക്കേജ്, അപ് ടു 1.8 lakhs പെർ മന്ത്. ഇത് പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈക്വലി ബെനിഫിറ്റായ ഒരു ഗോൾഡൻ ചാൻസ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് യോഗ്യത എന്താണ്, എങ്ങനെ അപ്ലൈ ചെയ്യാം, സാലറി ഡീറ്റെയിൽസ്, സെലക്ഷൻ പ്രോസസ്, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണും. കാരണം ചെറിയൊരു മിസ്റ്റേക്ക് പോലും നിങ്ങളുടെ ചാൻസ് നഷ്ടമായേക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്ന്, പരീക്ഷയില്ല, കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിൽ അവസരം, 1.5 ലക്ഷം രൂപ ശമ്പളം. കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ NHIDCL എഞ്ചിനീയർമാർക്ക് അവസരം. ഡെപ്യൂട്ടി മാനേജർ ടെക്നിക്കൽ കേഡർ തസ്തികയിൽ നിയമനം നടത്തുന്നു. ആകെ 85 ഒഴിവുകളാണുള്ളത്. യോഗ്യത: അംഗീകൃത സർവകലാശാലയിലോ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം. 2024, 25, 26 വർഷങ്ങൾ ഏതെങ്കിലും ഗേറ്റ് സിവിൽ എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ യോഗ്യത നേടിയിരിക്കണം. സാധുവായ ഗേറ്റ് സ്കോർ നിർബന്ധമാണ്. ഉദ്യോഗാർത്ഥിയുടെ പ്രായപരിധി 34 വയസ്സാണ്. സർക്കാർ നിയമപ്രകാരമുള്ള ഇളവുകൾ ലഭിക്കും. നിയമനം ലഭിക്കുന്നവർക്ക് 50,000 രൂപ മുതൽ 1,60,000 രൂപ വരെ ശമ്പളം ലഭിക്കും. തെരഞ്ഞെടുപ്പ് പ്രക്രിയ: ഈ നിയമനത്തിന് പ്രത്യേകം എഴുത്തുപരീക്ഷ ഉണ്ടാകില്ല. ഗേറ്റ് സ്കോർ അനുസരിച്ചായിരിക്കും നിയമനം. ഏറ്റവും മികച്ച സ്കോർ പരിഗണിച്ചാണ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും ഈ വീഡിയോ താഴെ പിൻ ചെയ്തിരിക്കുന്ന വിജ്ഞാപനം സന്ദർശിക്കുക. രണ്ടാമത് അലിംകോ റിക്രൂട്ട്മെന്റ്, 1.8 ലക്ഷം വരെ ശമ്പളം. കേന്ദ്ര സാമൂഹ്യ നീതി ആൻഡ് ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിലുള്ള കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമായ ആർട്ടിഫിഷ്യൽ ലിംബസ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 2026 ഒരു പ്രധാന നിയമന വിജ്ഞാപനം പുറത്തിറക്കി. IT, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, മാനേജ്മെന്റ് തസ്തികകൾ ഉൾപ്പെടെ ഒന്നിലധികം വകുപ്പുകളിലായി ആകെ 162 ഒഴിവുകൾ പ്രഖ്യാപിച്ചു. ഉയർന്ന ശമ്പള പാക്കേജുള്ള കേന്ദ്ര സർക്കാർ ജോലികൾ അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു മികച്ച അവസരമാണ്. സ്ഥാപന വിശദാംശങ്ങൾ: സ്ഥാപനത്തിന്റെ പേര് ആർട്ടിഫിഷ്യൽ ലിംബ്സ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അലിംകോ. ജോലിതരം കരാറടിസ്ഥാനം. ആകെ ഒഴിവുകൾ 162. സ്ഥലം കാൺപൂർ, NCR. ഇന്ത്യയിലുടനീളമുള്ള വിവിധ കേന്ദ്രങ്ങൾ. അപേക്ഷാ രീതി ഓൺലൈൻ. ഒഴിവുകളുടെ വിവരങ്ങൾ: അലിംകോ ഒന്നിലധികം വകുപ്പുകൾ ഒഴിവുകൾ പ്രഖ്യാപിച്ചു. IT വകുപ്പ്, IT കൺസൾട്ടന്റ്, ലീഡ് AI വിദഗ്ധർ, UI ആൻഡ് US ഡെവലപ്പർ, AI ആക്സിബിലിറ്റി കൺസൾട്ടന്റ്, യങ് പ്രൊഫഷണൽ, IT അസിസ്റ്റന്റ്. എഞ്ചിനീയറിംഗ് ആൻഡ് സാങ്കേതികം ഒഴിവുകൾ: അസിസ്റ്റന്റ് മാനേജർ പ്ലാസ്റ്റിക്, ജൂനിയർ മാനേജർ പ്രൊഡക്ഷൻ ടെക്സ്റ്റൈൽസ്, സിവിൽ എഞ്ചിനീയർമാർ, ജൂനിയർ മാനേജർ ആൻഡ് ഓഫീസർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ. അടുത്തത് മെഡിക്കൽ ഒഴിവുകൾ: പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് 30 പോസ്റ്റുകൾ, ഓഡിയോളജിസ്റ്റ് 50 തസ്തികകൾ, നേത്രരോഗ വിദഗ്ധൻ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, IT ആൻഡ് 4. മറ്റുള്ളവ: ഗുണനിലവാര കൺട്രോളർ, QC അസിസ്റ്റന്റ്, വെയർഹൌസ് അസിസ്റ്റന്റ്, സ്റ്റോർ അസിസ്റ്റന്റ്, സംവരണ സഹായി. ആകെ തസ്തികകൾ 162 ഒഴിവുകൾ. ശമ്പള വിശദാംശങ്ങൾ: ആകർഷകമായ പ്രതിമാസ ശമ്പളം വാഗ്ദാനം ചെയ്യുന്നു. ലീഡ് AI വിദഗ്ധർ 1,80,000 മാസം. IT കൺസൾട്ടന്റ്, UAX AK കൺസൾട്ടന്റ് 1,05,000. മാനേജർമാർക്കും എഞ്ചിനീയർമാർക്കും 45,000 തൊട്ട് 75,000. മെഡിക്കൽ റോഡുകൾ 25,000 തൊട്ട് 60,000. യങ് പ്രൊഫഷണൽ 40,000. ടെക്നീഷ്യന്മാർക്കും സഹായികൾക്കും 25,000 തൊട്ട് 35,000 രൂപ വരെ. വിദ്യാഭ്യാസ യോഗ്യത പോസ്റ്റിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. ചില പൊതുവായ ആവശ്യകതകളിൽ ഇവ ഉൾപ്പെടുന്നു: BTech എഞ്ചിനീയറിംഗ് ബിരുദം, MCA കമ്പ്യൂട്ടർ സയൻസ് ബിരുദം, ബന്ധപ്പെട്ട മേഖലയിൽ ഡിപ്ലോമ,
മെഡിക്കൽ, പുനരധിവാസ സർട്ടിഫിക്കറ്റുകൾ, ക്ലിനിക്കൽ തസ്തികകൾക്ക് RCI നിർബന്ധം. പ്രത്യേക റോളുകൾക്കുള്ള AI, UI ആൻഡ് UX ആക്സസിബിലിറ്റി സർട്ടിഫിക്കേഷനുകൾ. പ്രായപരിധി കുറഞ്ഞത് 30 വർഷം, പരമാവധി 50 വയസ്സ്. തസ്തിക അനുസരിച്ച് സർക്കാർ നിയമങ്ങൾ അനുസരിച്ച് പ്രായയിളവ് ബാധകമാണ്. ചില തസ്തികകളിലേക്ക് യോഗ്യതകളുണ്ട്. പരിചയസമ്പന്നരായ തസ്തികകൾക്ക് സ്ഥാനത്തെ ആശ്രയിച്ച് 1 മുതൽ 10 വർഷം വരെ പരിചയം ആവശ്യമാണ്. തെരഞ്ഞെടുക്കൽ പ്രക്രിയ: അപേക്ഷ അടിസ്ഥാനമാക്കിയുള്ള ഷോർട്ട് ലിസ്റ്റിംഗ്, അഭിമുഖം, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ, പ്രമാണ പരിശോധന. അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. അപേക്ഷിക്കേണ്ട വിധം: ഓൺലൈനായി അപേക്ഷിക്കാൻ ഈ ഘട്ടങ്ങൾ പാലിക്കുക. 1. ഔദ്യോഗിക റിക്രൂട്ട്മെന്റ് പോർട്ടൽ സന്ദർശിക്കുക. നിങ്ങളുടെ പ്രൊഫൈൽ സൃഷ്ടിക്കുക. ആവശ്യമായ രേഖകൾ: ഫോട്ടോ, ഒപ്പ്, സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക. അപേക്ഷാ ഫോം ശ്രദ്ധാപൂർവം പൂരിപ്പിക്കുക. സമർപ്പിച്ച് പ്രിന്റ് ഔട്ട് എടുക്കുക. ആവശ്യമായ രേഖകൾ ഇവ ഉൾപ്പെടുന്നു: വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ, അനുഭവ തെളിവ്, ജാതി സർട്ടിഫിക്കറ്റ്, വൈകല്യ സർട്ടിഫിക്കറ്റ്. അത് ബാധകമെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റും വൈകല്യ സർട്ടിഫിക്കറ്റും ഹാജരാക്കിയാൽ മതി. പ്രധാന തീയതികൾ: അപേക്ഷ ആരംഭിക്കുന്നത് 2026 ഏപ്രിൽ 14, അവസാന തീയതി 2026 മെയ് 13 വൈകുന്നേരം 5 മണി. പ്രധാന ഹൈലൈറ്റുകൾ: 162 സർക്കാർ ജോലി ഒഴിവുകൾ, 1.8 ലക്ഷം രൂപ വരെ ഉയർന്ന ശമ്പളം, അപേക്ഷാ ഫീസ് ഇല്ല, പുതുമുഖങ്ങൾക്കും പരിചയസമ്പന്നർക്കും അവസരങ്ങൾ, ഇന്ത്യയിൽ ഉടനീളമുള്ള ജോലികൾ. പ്രധാനപ്പെട്ട ലിങ്കുകൾ: ഔദ്യോഗിക ലിങ്ക്, ഓൺലൈൻ അപേക്ഷ ലിങ്ക് ഈ വീഡിയോ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.